വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ഈ കർത്താവ് ഇന്ന് ജീവിക്കുന്നവരാണ്. ആംഗ്ലിക്കൻ എപ്പിസ്കോപ്പൽ കമ്മ്യൂണിയൻ ചർച്ചസിൻ്റെ പേരിലുള്ള നന്ദിയെ നിങ്ങൾക്ക് അറിയിക്കുന്നു. ഇന്ന് കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾ ഈ ഇന്ത്യ മുഴുവൻ കർത്താവിൻ്റെ വേലകളുമായി മുമ്പോട്ട് പോകുന്നു. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യത്താൽ, യേശുവിൻ്റെ കൃപയാൽ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ നന്മകളും യേശു നൽകുന്നു. ആ യേശുവിനെ നാം വിശ്വസിക്കുന്നുണ്ട്. ആ യേശു ഇന്നും ജീവിക്കുന്നവനാണ്. ആദിയിലെ വചനമായി ഇരുന്നവൻ, വചനം ദൈവത്തോട് കൂടെ ഇരുന്നവൻ, ആ ദൈവമായവൻ നമുക്ക് വേണ്ടി ജഡമായി ഭൂമിയിലേക്ക് കടന്നു വരികയും ആ ദൈവം ഇന്നും ജീവിക്കുന്നവനും ഇന്നും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഇന്നും നിത്യജീവനോടെ നമ്മെ വയ്ക്കുന്നത് വേണ്ടി നമ്മുടെ മധ്യത്തിലിരിക്കുന്നവൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ആ ജീവനുള്ളവനായ യേശുവിനെ നാം ദിനം പ്രതി ആരാധിക്കുകയും അവനുടെ വചനങ്ങളെ കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എല്ലാ ഭവനങ്ങളിൽ നിന്നും യേശു നമ്മുടെ കണ്ണുനീരുകളെ മാറ്റും. എല്ലാ ഭവനങ്ങളിൽ നിന്നും യേശു നമ്മുടെ പ്രയാസങ്ങളെ മാറ്റും. എല്ലാ പ്രതികൂല അവസ്ഥകളിൽ നിന്ന് യേശു നമ്മുടെ കണ്ണുനീരുകളെ മാറ്റുവാൻ സമർത്ഥനായി നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ യേശു സമർത്ഥനായിരിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുവാൻ യേശു സമർത്ഥനായിരിക്കുന്നു. നിങ്ങളുടെ മേലുള്ള എല്ലാ പ്രതികൂല അവസ്ഥകൾ, സാത്താൻ്റെ തന്ത്രങ്ങളെ മാറ്റുവാൻ യേശു സമർത്ഥനായി നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ആ യേശുവിനെ നാം ഏറ്റുകൊള്ളുമ്പോൾ ആ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വന്നിറങ്ങും. ആ യേശു നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. ആ യേശു ഒരു നാളും കൈവിടയില്ല. അവൻ നമ്മെ കൈവിടാത്ത നാഥനായി നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ആ ദൈവം ക്രൂശിൽ സകലവും നമുക്ക് വേണ്ടി ചെയ്ത് നിറവേറ്റിയിരിക്കുകയാൽ ആ യേശുവിൻ്റെ രക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ യേശുവിൻ്റെ രക്തത്താൽ നമുക്കൊരു നിത്യജീവനുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആ യേശു ആരാണെന്ന് ചോദിച്ചാൽ, യേശു നമുക്ക് വേണ്ടി വരികയും നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ മരിക്കുകയും നമുക്ക് വേണ്ടി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്ന നിത്യനായ ആ ദൈവം, നമുക്ക് വേണ്ടി നിത്യജീവനെ നൽകുന്ന ദൈവം, നിത്യജീവനെ നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, സകല സമൃദ്ധിയോടും വയ്ക്കുന്ന ദൈവം, ഒരു നാളും നമ്മെ കൈവിടാതെയും ഒരു നാൾ നമ്മെ ഉപേക്ഷിക്കാതെയും ദൈവമായി നമ്മുടെ മധ്യത്തിൽ ഉള്ളവൻ ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് ഉള്ള പ്രതികൂല അവസ്ഥകളെ അവൻ മാറ്റും. നിനക്കുള്ള രോഗാവസ്ഥകളെ അവൻ മാറ്റും. നിന്റെ വ്യാധികളെല്ലാം എടുത്തു മാറ്റുവാനും നിന്നെ ഗുണമാക്കുവാനും നിന്നെ സുഖമാക്കുവാനും അവന് കഴിയും. നിന്നെ ഈ ലോകത്തിൽ ഉയർത്തുവാനും നിനക്ക് വേണ്ട ആത്മീയ നന്മകൾ നൽകുവാനും ആ ദൈവത്തിന് സാധിക്കും. ആ യേശു ഇന്നും ജീവിക്കും. വചനമായി നമ്മുടെ മധ്യത്തിൽ വന്നവൻ, വചനം ജഡമായി നമ്മുടെ മധ്യത്തിൽ ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നവൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാ പ്രതികൂലങ്ങളും മാറ്റുവാൻ നമുക്ക് ദൈവം അവസരം നൽകും. ആ ദൈവത്തിനായി നമ്മുടെ മനസ്സുകളെ കൊടുക്കുമ്പോൾ, ആ ദൈവത്തിനായി നാം സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അപ്പൻ്റെ സാന്നിധ്യം പകരുന്നതിനായി സ്തോത്രം. യേശുവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം. അവരുടെ രോഗങ്ങളെ എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം. ഇപ്പോൾ നിന്റെ കൃപ ഈ സമയത്തിൽ പകരുന്നതിനായി സ്തോത്രം. നിന്റെ മേൽ ദൈവിക ശക്തി ഇറങ്ങുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ വീണ്ടും വരുന്നതിനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. ആ ദൈവം നിന്നെയും വിടുവിക്കും. ആ ദൈവം നിന്നെയും ശക്തീകരിക്കും. ആമേൻ, ആമേൻ.